എറണാകുളത്തെ തീരപ്രദേശ ദുരിതത്തിന് അറുതിയില്ല. വർഷങ്ങൾ നീണ്ട സമരങ്ങൾക്കും കാത്തിരിപ്പുകൾക്കും ശേഷം ചെല്ലാനത്തിന് ഒരു പുതിയ മുഖം കിട്ടി. പക്ഷേ ഇപ്പോഴും കടലാക്രമണ ഭീഷണിയിൽ കഴിയുന്ന കണ്ണമാലി ചെറിയകടവ് പ്രദേശത്തെ മത്സ്യത്തൊഴിലാളികളുടെ ദുരിതത്തിലേക്കാണ് ഇനി റൈഡിംഗ് റിപ്പോർട്ടർ പോകുന്നത്. ആൻമരിയ സണിയാണ് റൈഡിംഗ് സീറ്റിൽ. യാത്ര കടലിന്റെ മക്കളുടെ അടുത്തേക്കാണ്. ചില പ്രശ്നങ്ങൾ കേൾക്കാനുണ്ട്, ചില പ്രശ്നങ്ങൾ പറയാനുണ്ട്, അതോടൊപ്പം ചില നല്ല കാര്യങ്ങൾ കാണിച്ചു തരാനുമുണ്ട്. അപ്പോൾ പോയിട്ട് വരാം. ഇതാണ് ചെല്ലാനംകാര് ഒരുപാട് പ്രതിഷേധത്തിലൂടെയും സമരത്തിലൂടെയും മന്ത്രിമാരെയും കളക്ടർമാരെയൊക്കെ ഉപരോധിച്ച് നേടിയെടുത്ത ടെട്രാപോഡും അതോടൊപ്പം നിർമ്മിച്ചിരിക്കുന്ന വലിയ ഒരു നടപ്പാതയും. ഏകദേശം 344 കോടി രൂപയിലധികം പണി കഴിപ്പിച്ചതാണ് ഇത്. ഇതോടൊപ്പം തന്നെ ഇതിന് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന് 7.2 കിലോമീറ്റർ നീളവും അതോടൊപ്പം തന്നെ 6 മീറ്റർ വീതിയിലുമാണ് അതിനോടനുബന്ധിച്ച് കിടക്കുന്ന ഈ നടപ്പാതയും പണി കഴിപ്പിച്ചിരിക്കുന്നത്. ഞായറാഴ്ചയും ശനിയാഴ്ചയും ഒക്കെ ആയിട്ടുണ്ടെങ്കിൽ ഒരുപാട് ആളുകളാണ് ഈ പ്രദേശത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അതുമാത്രമല്ല, വലിയ തരത്തിലുള്ള കടലാക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെ പ്രതിരോധിക്കാനും ഈ ടെട്രാപോഡുകൾക്ക് സാധിക്കും. പറഞ്ഞില്ലേ, യാത്ര തുടങ്ങുമ്പോൾ ചെല്ലാനത്തെ നല്ല കാഴ്ചകളോടൊപ്പം ചില ദുരിതവും അല്ലെങ്കിൽ ചില പ്രശ്നങ്ങൾ കൂടി പറയാനായിട്ടുണ്ട് എന്ന്. അതിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. അതായത് ഘട്ടം ഘട്ടമായിട്ട് നമ്മൾ ചെല്ലാനത്ത് കണ്ടതുപോലെ ടെട്രാപോഡുകളുടെ നിർമ്മാണം പൂർത്തിയാക്കുമെന്നായിരുന്നു സർക്കാർ പറഞ്ഞത്. അതിന്റെ ആദ്യ ഘട്ടമാണ് നമ്മൾ ആ ചെല്ലാനത്ത് കണ്ടത്. രണ്ടാം ഘട്ടം വരുന്നതാണ് കണ്ണമാലി ചെറിയകടവ് ഭാഗങ്ങൾ. പക്ഷേ ഒന്നും എത്തിയിട്ടില്ല പണികൾ എന്ന് മാത്രം. ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ട്. പക്ഷേ താൽക്കാലികമായി നിർമ്മിച്ചിരിക്കുന്ന ജിയോ ബാഗുകളാണ് ഇവിടെയുള്ളവർക്കുള്ള ഏക ആശ്രയം എന്ന് പറയുന്നത്. കുറേ കാലമായി, കുറേ നാളുകളായി കഷ്ടപ്പെട്ട് പണിയെടുത്ത് ജീവിതകാലം മുഴുവൻ അവർ കഷ്ടപ്പെട്ട് നേടിയെടുത്തതൊക്കെ കടൽ ഇങ്ങനെ കൊണ്ടുപോകുകയാണ്. ഞങ്ങൾക്ക് ഉറങ്ങണം, ഭക്ഷണം കൂടി ഇല്ല, വെക്കാൻ സ്ഥലമില്ല. ദേ നോക്ക്, മകളെ നോക്ക്, ദേ ഇല്ലേ എന്നിട്ടാ എൻ്റെ മുറി നോക്ക്. കടൽ കയറുമ്പോൾ ഞങ്ങൾ എവിടെയും പോകും, പിന്നെ വീട്ടിൽ കിടക്കാനായിട്ട് കൊതിയായിട്ട് പാടില്ല, കിടക്കാൻ പറ്റണില്ല. എന്ന് വെച്ചാൽ കടൽ തിര വന്നത് വീടിനകത്തൂടെയാണ് ഒഴുകണം. പുത്തൻതോട്, കണ്ണമാലി, ചെറിയകടവ്, കാട്ടിപ്പറമ്പ് പ്രദേശങ്ങൾ അതിരൂക്ഷമായ കടലാക്രമണമാണ് ഈ വർഷം നേരിട്ടത്. അതിനെ തുടർന്ന് കൊച്ചി കോർപ്പറേഷൻ്റെ സൗദി മാനാശ്ശേരി ബീച്ച് റോഡ് പ്രദേശങ്ങളും കടലാക്രമണം അതിരൂക്ഷമാണ്. ഈ പ്രദേശങ്ങളെല്ലാം തീർത്താൽ മാത്രമേ ഇവിടത്തെ കടലാക്രമണം പൂർത്തിയായി അല്ലെ ഒഴിവായി എന്ന് പറയാൻ കഴിയുകയുള്ളൂ. ടെട്രാപോഡ് വന്നതിന് ശേഷമായിട്ട് പണിയാം എന്നുള്ള രീതിയിലുള്ള ആലോചനകളൊക്കെയും പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇതുവരെയായിട്ടും യാതൊരു ഇങ്ങനെ ഒരു ഉറപ്പൊന്നും അവർക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പോൾ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ 5 കൊല്ലമായിട്ട് ഇപ്പോൾ ഇത് തന്നെ അവസ്ഥയിൽ കിടക്കുകയാണ്. ഒരുപാട് വൈകി. അതോടൊപ്പം ഇവർ പറയുന്ന അല്ലെങ്കിൽ ഇവർ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് സർക്കാർ പരിഹാരം കാണേണ്ട സമയവും വൈകി. ഇനി നടപടിയെടുക്കണം. നമ്മൾ ഒരുപാട് പ്രശ്നങ്ങൾ കേട്ടു, ഒരുപാട് പ്രശ്നങ്ങൾ ഞാൻ നിങ്ങളുടെ മുൻപിലേക്ക് എത്തിച്ചു. അതോടൊപ്പം നല്ല കാഴ്ചകളും കണ്ടു. ആ നല്ല കാഴ്ചകൾ ഈ മത്സ്യത്തൊഴിലാളികൾക്ക് മുഴുവനായിട്ടും ലഭിക്കട്ടെ എന്ന പ്രാർത്ഥന മാത്രമാണ് ഇനിയുള്ളത്. കൊച്ചിയിൽ നിന്നും ക്യാമറാമാൻ VS രാഹുലിനൊപ്പം ആൻമരിയ സണി, 24.
ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.